വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലെ അഭിനന്ദനായ അധ്യക്ഷൻ, മുസ്ലിം ലീഗിൻ്റെ ശാഖ കമ്മിറ്റി പ്രസിഡന്റ് എൻ്റെ സ്നേഹനിധിയായ നൗഫൽ, ജനാധിപത്യ കേരളത്തിൻ്റെ അജയ്യ ശബ്ദമായ അഭിനന്ദനായ ഉദ്ഘാടകൻ, നമുക്കേവർക്കും പ്രിയങ്കരനുമായിട്ടുള്ള ബഹുമാന്യനായ KM ഷാജി സാഹിബ്, പെരുമ്പാവൂരിൻ്റെ പ്രിയപ്പെട്ട MLA എൽദോസ് കുന്നപ്പള്ളി, ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗഫൂർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു നേതാക്കൾ, ബഹുമാന്യനായ അബൂബക്കർ റഷാദി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെല്ലാം ഉൾക്കൊള്ളുന്ന സദസ്സും, അതോടൊപ്പം കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷമെന്ന പോലെ കുറച്ചു കാലങ്ങളായി വേണ്ടത്ര ശക്തമായ പ്രവർത്തനങ്ങളില്ലാതെ നിന്ന് ഉണർന്നു വന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, സ്നേഹമുള്ള സഹോദരന്മാർ, ഞാൻ പ്രസംഗിക്കുന്നില്ല. കാരണം പ്രസംഗിക്കാനും കേൾക്കാനും നിങ്ങളേറെ ആഗ്രഹിക്കുന്നത് അഭിനന്ദനായ KM ഷാജി സാഹിബിനെയാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശക്തമായ വാക്കായി, പ്രത്യേകിച്ചും ഫാസിസത്തിനെതിരായും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾക്കെതിരായും ഏറ്റവും ശക്തമായി പറയുന്ന ഒരാളെന്ന നിലയിൽ കേരളത്തിലെ ചെറുപ്പക്കാർ പ്രത്യേകം കേൾക്കുകയും ആവേശത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ സദസ്സിൽ ഉദ്ഘാടകനായി ഇരിക്കുമ്പോൾ മറ്റൊരു പ്രസംഗം എന്ന് പറയുന്നത് പോലും അരോചകമായിട്ടാണ് ഞാൻ കാണുന്നത്. മുസ്ലിം ലീഗ് ഈ നാടിൻ്റെ ഒരു കാലത്ത് വലിയ വികാരമായിരുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോൾ ബഹുമാന്യനായ ഷാജി സാഹിബിനോട് പറയുകയായിരുന്നു, ഇവിടെ ഇരിക്കുന്ന കാരണവന്മാർ ഒരു കാലത്ത് മുസ്ലിം ലീഗിനെ ആവേശത്തോടെ നെഞ്ചേറ്റുകയും ആ രീതിയിൽ ഇസ്ലാമികമായൊരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗധേയത്വം നിർവഹിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തവരാണ്. പിന്നീട് കുറച്ചു കാലങ്ങളായി അത്രമേൽ ആവേശത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടില്ലെങ്കിലും ലീഗിൻ്റെ ഒരു സാംസ്കാരികമായ മുറ്റം തന്നെയാണ് ഓണംപള്ളി. അതിനു കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാരും നേതാക്കളും, അതോടൊപ്പം അത്തരത്തിൽ